ഇപ്പോൾ ഒരു സ്കൂളിന്റെ ആത്മാവാണ് ലൈബ്രറി എന്നാണ്, അങ്ങനെ തന്നെയാണോ ഇപ്പൊ നമ്മുടെ നാട്ടില്? അങ്ങനെ അല്ല, ഒരു ലൈബ്രറി റൂം പോലും ഇല്ല ചില സ്കൂളിൽ. പക്ഷെ ചില സ്കൂളിൽ റൂംസ് ഒക്കെ ഉണ്ട്. പഴയ പുസ്തകങ്ങളാണ് ഉള്ളത്, പൊടി തട്ടിയെടുക്കണം, അത് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ. ലൈബ്രറി ആക്റ്റീവ് അല്ലാത്ത സ്കൂളുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യാം, ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് പുസ്തകങ്ങളാണ്. അതൊരു സ്കൂൾ ലൈബ്രറിക്ക് വേണ്ട ഏത് പുസ്തകവും ആവാം. പറയുന്നതിൽ ഒരു വിഷമമുണ്ട്, ഇപ്പൊ ലൈബ്രറി ഉപയോഗിക്കുന്നത്, ആ സ്പേസ് ഉപയോഗിക്കുന്നത് പല ക്ലബ്ബുകൾ മീറ്റിംഗ്, അതായത് സയൻസ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ഇവരുടെയൊക്കെ മീറ്റിംഗ് വരുമ്പോൾ അവർക്ക് ഒന്നിച്ചു കൂടിയിരിക്കാനും സ്റ്റാഫ് മീറ്റിംഗ്, PTA മീറ്റിംഗ്, ഇങ്ങനെയുള്ളതിനാണ് കൂടുതൽ ഉപയോഗിക്കുക. അങ്ങനെ സ്പേസ് ആയി മാറി. അതെ, ലൈബ്രറി പീരീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി ലൈബ്രറി പീരീഡ് സെറ്റ് ചെയ്യുന്നത് ഒരു പോളിസി മാറ്ററാണ്. കാരണം ആഴ്ചയിൽ ഒരു പീരീഡ് PT പീരീഡ് പോലെ നമുക്ക് വേണം. അതെ, മാമിന്റെ സർവീസിലുള്ള സമയത്ത് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ലൈബ്രറിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? എല്ലാ ലൈബ്രറിയിലും പരിശോധിച്ചിരിക്കും, റഫറൻസ് പുസ്തകങ്ങളും ബാക്കിയെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളും ഒക്കെ നോക്കും. അപ്പൊ നമ്മൾ സെലക്ടഡ് സ്കൂളുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച്, ചില സ്ഥലത്ത് വലിയ കബോർഡ് ഉണ്ട്, പുസ്തകങ്ങൾ തീരെ ഇല്ല. കബോർഡ് അടക്കമുള്ളൊരു വലിയൊരു നല്ല ലൈബ്രറി, അതിൽ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ടാവും. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒരു സ്കൂളിന്റെ ആത്മാവാണ് ലൈബ്രറി എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്ലബ് FM പാഠം ഒന്ന് ഒരു സ്കൂൾ ലൈബ്രറി എന്നുള്ളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്യാമ്പയിനെ കുറിച്ചും അതുപോലെ ഈ ക്യാമ്പയിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തരാനും ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മളുടെ സ്റ്റുഡിയോയിൽ. റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ഉഷ മാം. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ, റിട്ടയർ ആയി കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? റിട്ടയർ ചെയ്തിട്ടും എന്നെ പല സ്കൂൾസിൽ നിന്നും വിളിക്കാറുണ്ട്. അവിടെയൊക്കെ പോയി വേണ്ടുന്ന സഹായം ചെയ്യാറുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് വർക്ക്, അവരുടെ ഇൻസ്പെക്ഷൻ പോലും നടത്തി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക? അവരുടെ ക്ലാസ്, പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയാം, ഫെസിലിറ്റീസ്, അത് നോക്കാറുണ്ട്, സജഷൻസ് കൊടുക്കാറുണ്ട് പല സ്കൂളിലും. അത് എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE ആയാലും ഒക്കെ പോകാം. ഇപ്പോഴും തിരക്കാണ്. അതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, വോളണ്ടറി സർവീസ് ആണ്. ഡയറക്ടർ ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് മാമിന്റെ റോൾ? എന്തൊക്കെയാണ് ശരിക്കും ഒരു സംസ്ഥാനത്ത്? നമുക്ക് 50-50 ആണ്. പകുതി അക്കാഡമിക് വർക്ക് നോക്കണം, പകുതി അഡ്മിനിസ്ട്രേഷൻ. മെയിനായിട്ട് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് 80% അത് നോക്കണമെന്ന് എല്ലാവരും പറയും. പക്ഷെ എൻ്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അക്കാഡമിക് കൂടി നല്ലപോലെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മൾ സിലബസ് സെറ്റ് ചെയ്യുന്ന ആ വർക്ക്ഷോപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്കൂൾസിൽ അക്കാഡമിക് വർക്ക് എത്രത്തോളം ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിന് വേണ്ടുന്ന ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കാൻ സ്പെഷ്യലായിട്ട് അത് എൻ്റേതായ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യാറുണ്ട്. അതായത് മേലേന്നുള്ള ഉത്തരവ് നോക്കാതെ തന്നെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ലക്ഷദ്വീപ് സ്കൂൾസ് മുഴുവൻ നമ്മുടെ കീഴിലാണ്. എറണാകുളം ജില്ലയുടെ റിസൾട്ടും ചിലപ്പോൾ അവരുടെ റിസൾട്ട് മോശമായാൽ അവിടെ 52 സ്കൂൾസ് ഉണ്ട്. അത് താഴോട്ട് റിസൾട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ റിസൾട്ട് താഴേക്ക് പോകും. അപ്പോൾ ഞാൻ അവിടെ എല്ലാ ഐലൻഡ്സിലും ടീച്ചേഴ്സിന്, അത് റിസോഴ്സ് പേഴ്സൺസിനെ അയച്ചു. 88 റിസോഴ്സ് പേഴ്സണെ അയച്ചു, എല്ലാ ഐലൻഡിലും അയച്ചു. കേരളത്തിൽ നിന്ന് കണ്ണൂരും തിരുവനന്തപുരം ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ IT അടക്കം എല്ലാ വിഷയത്തിനും 9 പേര് വെച്ചിട്ട് അവിടെ 11 ഐലൻഡാണ് സ്കൂൾസ് ഉള്ളത്, ഹയർ സെക്കൻഡറി വരെയുള്ളത്. അപ്പം അങ്ങനെ അയച്ചു. അങ്ങനെ അതൊക്കെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അതിന് പ്രത്യേക പെർമിഷനൊന്നും ചോദിച്ചില്ല, അറിയിപ്പ് മാത്രമേ കൊടുത്തുള്ളൂ. പോയി പഠിപ്പിച്ചു. ഇതിന്റെ റെമ്യൂണറേഷൻ ലക്ഷദ്വീപ് കൊടുക്കുമായിരുന്നു. നമുക്ക് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. റിസൾട്ട് നന്നായി, വളരെ നന്നായി റിസൾട്ട്. സൂപ്പർ. അപ്പോൾ ഒരു സ്കൂളിന്റെ ആത്മാവാണ് ലൈബ്രറി എന്നാണ്, അങ്ങനെ തന്നെയാണോ ഇപ്പൊ നമ്മുടെ നാട്ടില്? അങ്ങനെ അല്ലാന്ന് പറയാനാണ് ഞാൻ എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം പല സ്കൂൾസിലും ഞാൻ ചെന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്ഷൻ ഉണ്ട്. അവിടെ ഹയർ സെക്കൻഡറി ഉണ്ട്, ഹൈസ്കൂളുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. 3 പ്രിൻസിപ്പൽ ഉണ്ട്. ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അതർ ദാൻ അക്കാഡമിക് ഒരു പുസ്തകം പോലും ഇല്ല. ലൈബ്രറി എന്ന് നമ്മൾ പറഞ്ഞാൽ റെഫറൻസ് പുസ്തകം മാത്രമാണ് അവർക്ക്. അക്കാഡമിക് റെഫറൻസ് പുസ്തകങ്ങൾ മാത്രമേ അത് മാത്രം. അതായത് കൊമേഴ്സ്, പിന്നെ ഹോം സയൻസ്, അതൊക്കെയാണ് അവിടെയുള്ളത്. അതിൻ്റെയൊക്കെ പുസ്തകങ്ങളുണ്ട്. ഈ കുട്ടിക്ക് അല്ലാതെ വായിച്ച് രസിക്കാനായിട്ടോ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ ഒരു പുസ്തകം പോലില്ല. അങ്ങനെ ഒരു ലൈബ്രറി അവർക്കില്ല. അപ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വേണം മാം പറയും? കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ പാഠ്യഭാഗമായിട്ട് കംപ്ലീറ്റ് ഒത്തുചേരണമെന്നില്ല. അവർക്ക് അതർ ദാൻ
അക്കാഡമിക് വർക്കായിട്ട് അവർക്ക് എൻജോയ്മെൻറ്റ് വേണം. പാഠഭാഗവുമായി ബന്ധപ്പെട്ടതും ആവാം, പക്ഷെ അവർക്ക് ഒരു റിലാക്സേഷൻ വേണമല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് ടൈറ്റ് വർക്കാണ്, ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ടൈറ്റാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഒരു നേരവും വെറുതെ ഇരിക്കുന്നില്ല, അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സൗകര്യങ്ങൾ പോരാ. എല്ലാം വായിക്കാൻ പറ്റിയ ഒരു നല്ല ലൈബ്രറി. അതെ, അങ്ങനെ ഒരു ലൈബ്രറി റൂം പോലും ഇല്ല ചില സ്കൂളിൽ. പക്ഷെ ചില സ്കൂളിൽ റൂംസ് ഒക്കെ ഉണ്ട്. പഴയ പുസ്തകങ്ങളാണ് ഉള്ളത്, പൊടി തട്ടിയെടുക്കണം, അത് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ. ഒരു നല്ല ലൈബ്രറി വെക്കുകയാണെങ്കിൽ, സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാതും കാണാനും. ഇപ്പൊ ഒരു കുട്ടിക്ക് അങ്ങനെ സാധിക്കും. ഒരു കുട്ടിക്ക് ഇപ്പൊ സ്കൂളിൽ എന്തെല്ലാം പുസ്തകം അറിയില്ല, ഡിസ്പ്ലേ ചെയ്യുന്നില്ല, അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യമില്ല. പറയുന്നതിൽ ഒരു വിഷമമുണ്ട്. ഇപ്പൊ ലൈബ്രറി ഉപയോഗിക്കുന്നത്, ആ സ്പേസ് ഉപയോഗിക്കുന്നത് പല ക്ലബ്ബുകൾ മീറ്റിംഗ്, അതായത് സയൻസ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ഇവരുടെയൊക്കെ മീറ്റിംഗ് വരുമ്പോൾ അവർക്ക് ഒന്നിച്ചു കൂടിയിരിക്കാനും, സ്റ്റാഫ് മീറ്റിംഗ്, PTA മീറ്റിംഗ്, ഇങ്ങനെയുള്ളതിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെ, അതിന്റെ ആ ലൈബ്രറിയുടെ ആവശ്യം ശരിക്കും നടക്കുന്നില്ല. ഇപ്പൊ നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് നിയമമുണ്ട്, ഒരു സ്കൂളിൽ ലൈബ്രറി വേണം. ആ നിയമം എന്താ? ശരിക്കും വേണമെന്ന് നിയമമുണ്ട്, സ്കൂളിൽ ലൈബ്രറി വേണം. പിന്നെ സ്പെഷ്യൽ ഫീസ് ഉള്ള കുറച്ച് പൈസ ഉണ്ടാവുമല്ലോ, വളരെ തുച്ഛമായ ഫീസേ വാങ്ങിക്കുന്നുള്ളൂ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് ലൈബ്രറി ഫീസ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ആ ലൈബ്രറി ഫീസ് ഇപ്പോൾ കുറേ റിലാക്സേഷൻ ഉണ്ട്. കുറേ ക്ലാസ് വരെ ഇപ്പോഴത്തെ നിയമത്തിൽ ഫീസേ ഇല്ല. UP ക്ലാസ്സിലൊന്നും ഫീസില്ല. അപ്പം നേരത്തെ ആണെങ്കിൽ UPയിലൊക്കെ ഫീസ് ഉണ്ടായിരുന്നു. ഇപ്പം ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഈ ഫീസ് പിരിക്കുന്നതല്ലാതെ അത് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആ പൈസക്ക് പുസ്തകം വാങ്ങിച്ചിടുന്നില്ല. പിന്നെ PTA ആണെങ്കിലും അവർക്കും അത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പുസ്തകത്തിനൊക്കെ നല്ല വിലയുണ്ട്. പിന്നെ ആരെങ്കിലും കൊടുക്കുന്നതാണ്, പല സംഘടനകളും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും സ്കൂൾ ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിൽ സയൻസ് വേണം, റെഫറൻസ് ബുക്സ് വേണം, ലിറ്ററേച്ചർ വേണം, എല്ലാ ബുക്സും വേണം. കുട്ടികൾക്ക് മാത്രം പോരല്ലോ, ടീച്ചേഴ്സിന് വേണം. റെഫറൻസ് പുസ്തകങ്ങൾ ടീച്ചേഴ്സിന് വേണം. പിന്നെ പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വേണം. ഞാനിപ്പോൾ ടീച്ചേഴ്സ് പലരും പലരും വായിക്കുന്നില്ല. ടീച്ചേഴ്സ് വായിക്കുന്നില്ല പറഞ്ഞാൽ അവർക്ക് നേരമില്ല എന്ന് പറയാം. അപ്പം ഞാൻ പറയും ബിഗിനേഴ്സിനോട്, നിങ്ങൾ ഇപ്പം നമുക്കെപ്പോഴും ഇപ്പം നിങ്ങൾ വായിക്കുന്ന പുസ്തകം ഏതാണ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വായിക്കുന്ന പുസ്തകം ഏതാണ്, അങ്ങനെ വെച്ചൊരു പുസ്തകം നമുക്ക് വേണം. ഇപ്പം ഞാൻ വായിക്കുന്ന പുസ്തകം ഏതാണ് എന്ന് പറയാം. ഒരാൾക്കും വേണം. എന്നാലേ നമ്മളെ വായന ഒരു തുടർ പ്രക്രിയയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെയൊക്കെ വായന എപ്പോഴും ട്രെയിനിലാണ്. ട്രെയിനിൽ കവിതയായാലും കഥയായാലും അങ്ങനെ വായിക്കുന്നത്. അപ്പം ഓരോരാൾക്കും അങ്ങനെ ഒരു പുസ്തകം പറയാനുണ്ടെങ്കിൽ പറയാൻ വേണം നിർബന്ധമായിട്ടും. അപ്പോൾ നമ്മൾ ആ പുസ്തകം തീർത്തിട്ട് അടുത്ത പുസ്തകത്തിലേക്ക് കടക്കും. അതിന് എങ്ങനെയെങ്കിലും നമ്മൾ സമയം കാണും. അത് ഭാഷയൊന്നും പ്രശ്നമല്ല. മാമിന്റെ സർവീസിലുള്ള സമയത്ത് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തെങ്കിലും ലൈബ്രറിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? എല്ലാ ലൈബ്രറിയിലും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ഇൻസ്പെക്ഷനിൽ ഒരു ഭാഗം സ്കൂൾ ലൈബ്രറിയാണ്. ലാബുണ്ട്, ലബോറട്ടറി ഉണ്ട്. അപ്പോൾ ലൈബ്രറി എന്തായാലും പരിശോധിച്ചിരിക്കുമ്പം റെഫറൻസ് പുസ്തകങ്ങളും ബാക്കിയെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കും. ഇത് പഴയ പുസ്തകങ്ങൾ, ഉപയോഗശൂന്യമായ പുസ്തകങ്ങൾ, അതിൻ്റെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ടോ, അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഈ ടീച്ചേഴ്സ് ലയബിലിറ്റി കാരണം റൈറ്റ് ഓഫ് ചെയ്യില്ല. അത് ഈ പുസ്തകങ്ങൾ ഉപയോഗിക്കാനേ പറ്റില്ല, അതിനെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളണം. എന്നിട്ട് പകരം പുതിയ പുസ്തകം വായിക്കാം. പക്ഷേ ടീച്ചേഴ്സ് ലയബിലിറ്റി HM റിട്ടയർ ചെയ്യുമല്ലോ. അപ്പം ഇത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവരുടെ ലയബിലിറ്റി ആവും. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. എനിക്കൊക്കെ ലയബിലിറ്റി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇതുപോലെ നോക്കാൻ വിട്ടുപോയത്, അല്ലെങ്കിൽ മനഃപൂർവ്വം ബില്ലോ എന്തെങ്കിലും കാണാതാക്കിയെങ്കിൽ നമ്മളെ ലയബിലിറ്റി ആവും. അല്ലെങ്കിൽ കാണാതെ നമ്മൾ കുറേ തവണ ഒരു രജിസ്റ്റർ മറിച്ച് പോകുമ്പം ഒന്നൊക്കെ കളഞ്ഞു പോകും ഒരു ബില്ലൊക്കെ. അത് പിന്നീട് ഒരു ഓഡിറ്റർ വരുമ്പോൾ അത് കണ്ടില്ലെങ്കിൽ അത്ര എമൗണ്ട് നമ്മുടെ ലയബിലിറ്റിയാണ്. അതുപോലെ പേടിച്ചിട്ട് HMs ഈ പുസ്തകം ക്യാരി ഓവർ ചെയ്ത് പോവുകയാണ്. സ്റ്റോക്ക് എല്ലാ വർഷവും മാർച്ച് 31 വെച്ചിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണം. ഒരിക്കലും ഉപയോഗിക്കില്ല, 10-15 വർഷമായിട്ട് ഉപയോഗിക്കാത്ത പുസ്തകം ഇങ്ങനെ ക്യാരി ഓവർ ചെയ്യുക. അത് ശരിക്കും കൺസേൺഡ് ഓഫീസറെ കണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ട് പുതിയ പുസ്തകം പകരം വാങ്ങിച്ചു വെക്കാം. അത് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഉള്ള പുസ്തകം ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും സ്കൂളിൽ നടക്കുന്നില്ല പലപ്പോഴും. സ്കൂളിൽ ഇപ്പോഴത്തെ ലൈബ്രറി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ലൈബ്രറി പീരീഡ് വേണം നമുക്ക്? അതെ, ലൈബ്രറി പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഇല്ല. ലൈബ്രറി
ടീച്ചർ എന്ന് ലൈബ്രറിയുടെ ചുമതലയുള്ള ഒരാളില്ല. ലൈബ്രറിയൻ ഇല്ല. ഇപ്പം മലയാളം ടീച്ചറാണ് പലപ്പോഴും ലൈബ്രറി നോക്കുന്നത്. ഏത് സ്കൂളിൽ ചെന്നാലും ലൈബ്രറിയുടെ ചാർജ് ആരാ? അതൊരു മലയാളം ടീച്ചറായിരിക്കും. അത് നിർബന്ധമുള്ള കാര്യമല്ല, അത് കണക്ക് ടീച്ചർക്ക് ഏറ്റെടുക്കാം. സ്പോർട്സിന് ഒരാളുണ്ടാവും. ലിറ്ററേച്ചറും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മലയാളം ടീച്ചർ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ ആ ന്യായീകരണത്തിന്. അപ്പം ഏത് ടീച്ചർക്കും ഈ ചുമതല എടുക്കാം, താല്പര്യമുള്ള ഒരാളെന്ന്. അങ്ങനെയുള്ള എപ്പോഴും ചുമതല കൊടുക്കുന്നത് ഏറ്റവും താല്പര്യം ഉള്ള ആൾക്കാർ കണ്ടെത്തിയിട്ട് വേണം കൊടുക്കാൻ. ലൈബ്രറി പീരീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ലൈബ്രറി പീരീഡ് സെറ്റ് ചെയ്യുന്നത് ഒരു പോളിസി മാറ്ററാണ്. അതിപ്പം നമ്മൾ ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അഭിപ്രായം ആവശ്യമുണ്ട് എന്നാ. കാരണം ആഴ്ചയിൽ ഒരു പീരീഡ് PT പീരീഡ് പോലെ നമുക്ക് വേണം. അതെ, കാരണം അങ്ങനെ അതിന് ചുമതലയുള്ള ഒരാളെ ഇപ്പം എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. അതും പോളിസി മാറ്റർ, ഒരാളെ എക്സ്ട്രാ നിയമിക്കുക സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അനുവദിക്കുന്നതല്ല. എങ്കിലും മാറി വന്ന പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ലൈബ്രറിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ മാറ്റാൻ പോണേ? അത് മാറ്റാൻ പോകുന്ന പുസ്തകം എന്തായാലും കുട്ടിക്ക് എത്തിച്ചിരിക്കണം. കുട്ടികൾ ഇത്ര പുസ്തകം വായിച്ചിരിക്കണം. അവര് അതിൻ്റെ കുറിപ്പ് എഴുതി കൊണ്ടുവരണം. അസംബ്ലിയിൽ അത് വായിക്കുക. എല്ലാവരും എല്ലാ പുസ്തകവും വായിക്കണമെന്നില്ല. കുറച്ച് പുസ്തകങ്ങളെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും, കുറച്ച് എല്ലാ കുട്ടികളും കുറച്ച് പുസ്തകങ്ങളും വായിച്ചിരിക്കണം ഒരു വർഷം. അതിന് നിർബന്ധിച്ചിട്ട് ഇപ്പോൾ പുതിയ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അവരുടെ വർക്ക്, ഡേ ടു ഡേ ക്ലാസ് റൂമിൽ വർക്കിന് ലൈബ്രറി പുസ്തകം അത്യാവശ്യമാണ്. ആ വിധത്തിലാണ് പുതിയ പാഠ്യപദ്ധതി വരുന്നത്. അപ്പം തീർച്ചയായും കുറച്ചൊരു പരിഹാരം ആയിട്ടുണ്ട്. എന്നാലും കുട്ടികൾക്ക് ലൈബ്രറി നന്നായിട്ടില്ല. ആക്റ്റീവ് ആക്കണം ലൈബ്രറി. കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ മാം 86 തുടങ്ങിയതാണ്. നമ്മുടെ സ്കൂളുകളിലെ ലൈബ്രറി ആക്റ്റീവ് അല്ലാത്ത സ്കൂളുകളിൽ എങ്ങനെ ആക്റ്റീവ് ആക്കാൻ പറ്റും നമുക്ക്? ലൈബ്രറിക്ക് ഒരു റൂം തന്നെ വേണം, അതായത് ലൈബ്രറി തന്നെ വേണം. പിന്നെ ചുമതലയുള്ള ഒരാൾക്ക് നോർമൽ വിഷയത്തിലുള്ള പീരീഡ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആഴ്ചയിൽ ഇത്ര പീരീഡ് പഠിപ്പിക്കണമെന്ന്. അതിലൊരു റിലാക്സേഷൻ കൊടുത്തിട്ട് അവരെ ഒരു പ്രത്യേക സമയത്ത് ലൈബ്രറി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ അനുവദിച്ചുകൊണ്ട് ഡെയിലി ഒരു പീരീഡ് കൊടുക്കുകയാണെങ്കിൽ ആ ടീച്ചർ ഓരോ ക്ലാസ്സിന്, അല്ലെങ്കിൽ ഒരു ഡിവിഷന്, ഇപ്പം 5ാം ക്ലാസ്സിന് ഒരു ദിവസം, 6ാം ക്ലാസ്സിന് ഒരു ദിവസം, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഈ ലൈബ്രറിനെ കാണും. പല കുട്ടികളും ലൈബ്രറി എന്താണെന്ന് അറിയില്ല. അവരൊരിക്കലും ലൈബ്രറി കാണാത്ത കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. PT പീരീഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചുമ്മാ പുറത്തിറക്കും. ഈ മഴയത്താണ് അകത്ത് ഇരുത്തുന്നത്, അല്ലെങ്കിൽ എന്തായാലും പുറത്തിറക്കും. അത് കുട്ടിക്ക് ഇഷ്ടമാണ്. PT പീരീഡ് ആവാൻ വേണ്ടി കാത്തിരിക്കും. എല്ലാവരും കൂടി ഓടി പുറത്തേക്ക് പോകും. ഗേറ്റൊക്കെ അടച്ചില്ലെങ്കിൽ റോഡ് വരെ എത്തും. ഞാൻ എച്ചമാരിക്കവേ ഒരു കുട്ടി ചെന്ന് ഒരു കട പൊളിച്ചിട്ടുണ്ട്. ആ ഓട്ടത്തിൽ ചെന്ന് ഈ കട ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു തൂണിൽ കുത്തി നിർത്തിയല്ലേ, ഒരു ഷെഡ് പോലെ. കുട്ടികൾ ഓടി ചെന്നിട്ട് പിടിച്ചപ്പോൾ അത് ഇങ്ങ് വീണ്. പിന്നെ പോലീസ് വന്ന് കുറേ സാധനങ്ങൾ പൊളിഞ്ഞ്, ഗ്ലാസ് ഭരണിയിലല്ലേ മിഠായിയൊക്കെ. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പിള്ളേരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നാശനഷ്ടം ഉണ്ടായി. കുട്ടികളുടെ ഓട്ടമാണ്. ഇതുപോലെ ലൈബ്രറി പീരീഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലൈബ്രറി പോവും. വായിക്കാത്ത ആളാണെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ കാണും. മറ്റു കുട്ടികൾ വായിക്കുന്നേ കാണും. പിന്നെ അവിടെ ഒരു ഗൈഡഡ് ടീച്ചർ ഉണ്ടാവും. റെഫറൻസ് ചെയ്യേണ്ടവർക്ക് റെഫറൻസ് ബുക്സ് എടുക്കാം, വായിക്കേണ്ടവർക്ക് വായിക്കാം. കൊടുക്കുന്ന വർക്ക് എല്ലാവർക്കും ഒന്നല്ല കൊടുക്കുന്നത്. പല കുട്ടികൾക്കും പല വർക്കുമാണ് കൊടുക്കുന്നത്, ചില കാര്യങ്ങൾ എഴുതി കൊണ്ടുവരാനൊക്കെ. അപ്പം അങ്ങനെയാണ് ഒരു യാത്രാ വിവരണമൊക്കെ ആണെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തല്ല അയാൾ പോകുന്നത്. അപ്പം നമുക്ക് അതൊക്കെ എഴുതണമെങ്കിൽ എങ്ങനെയാണ് അത് എഴുതേണ്ടത്, അതിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ഇതൊക്കെ നോക്കാനും പഠിക്കാനും സത്യം അതൊക്കെ കുട്ടിക്ക് വന്ന് മനസ്സിലാക്കാൻ യാത്രാ വിവരണമൊക്കെ കുട്ടിക്ക് ഇഷ്ടപ്പെടും. ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ട് ഉണ്ട്, ഞാൻ വായിച്ചതാണ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു ലൊക്കേഷൻ ലൈബ്രറിയുടെ ലൊക്കേഷൻ ആണെന്ന്. അപ്പോൾ മാം പറഞ്ഞ സ്കൂളിലെ ലൈബ്രറിയുടെ ലൊക്കേഷൻ നമുക്ക് അറിയില്ല. അത് ഓഫീസ് റൂമാണ് പലതും. അപ്പോൾ പിന്നെ ലൊക്കേഷൻ ഇല്ലല്ലോ അവിടെ ഓഫീസ് റൂം എന്നല്ലേ അറിയുള്ളൂ. ആ ഭാഗത്തേ പോവില്ല, ലൈബ്രറി ആണെന്ന് അറിയില്ല സ്കൂളിൽ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഓഫീസ് റൂമിന്റെ ഫ്രണ്ടിലൂടെ ഓടാനും ചാടാനൊന്നും പാടില്ല, അവിടെ ബഹളമൊന്നും കൂട്ടാൻ പാടില്ല. അപ്പൊ ആ ഭാഗത്ത് പോവേയില്ല. അങ്ങനെയുള്ള സ്കൂൾസ് ഉണ്ട്. നമുക്ക് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണം.
പുസ്തകം ഉണ്ടായാൽ മാത്രം പോരാ. പുസ്തകം ഉണ്ടോ എല്ലാ സ്കൂളിലും? ഇല്ല. അത് ഒരു പുസ്തകം പോലും ഇല്ലാത്ത സ്കൂളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു പുസ്തകം പോലും ഇല്ല. റഫറൻസ് പുസ്തകം മാത്രമുണ്ട്. അത് ടീച്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾ ഒരിക്കലും അത് കാണുന്നില്ല. അങ്ങനെയുള്ള സ്കൂൾസ് ഉണ്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ. ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ ഒരു സ്കൂളിൽ ഒരു ലൈബ്രറിക്കുള്ള മിനിമം എന്താ വേണ്ടത്? ഒരു ഇൻസ്പെക്ഷൻ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ പുസ്തകം ഉണ്ടായിരിക്കണം. അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചുമതലയുള്ള ഒരു ടീച്ചർ ഉണ്ടോ നോക്കും. ഇത് ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ നോക്കും. കുട്ടികളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ നോക്കും. എത്ര പുസ്തകങ്ങൾ അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധം ഇപ്പൊ തൽക്കാലം ഇല്ല. പക്ഷെ ഇനി അത് വേണം ശരിക്കും. എന്നാലും അത്രയും പുസ്തകങ്ങൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മിനിമം ഇത്ര UP ക്ലാസ്സിൽ ഇത്ര പുസ്തകം വേണം, LP ക്ലാസ്സിൽ ഇത്ര പുസ്തകം വേണം എന്ന് പറഞ്ഞാൽ അതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ അവർ ശ്രമിക്കും. ഓക്കെ. സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈബ്രറി പോകുന്നതാണ് വേറൊരു കോട്ട് ഞാൻ വായിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ പോകാൻ, അങ്ങനെ കുട്ടികൾക്ക് പോകാനുള്ള ഒരു അവയർനെസ് ഉണ്ടോ നമ്മുടെ നാട്ടില്? അല്ല ടീച്ചേഴ്സ് അങ്ങനെ വിടുവോ ലൈബ്രറിയിൽ ഗൈഡഡ് ആണ്. ടീച്ചർ കൊണ്ടുപോയുള്ളൂ. കുട്ടികളെ ഇരുത്തിയിട്ട് ടീച്ചർ പോവില്ല. ടീച്ചർ കുട്ടികളെയും കൂട്ടി പോയിട്ട് ലൈബ്രറി തുറന്നു കൊടുത്ത് കുട്ടികൾക്കുള്ള പുസ്തകം എടുത്തു കൊടുക്കുക. അവിടെ ഇരുന്ന് വായന വളരെ കുറവാണ്. കുട്ടികൾക്ക് പുസ്തകത്തോടൊരു ഇഷ്ടമുണ്ട്. അങ്ങോട്ട് പോകാൻ സമയമില്ല. അതാണ്, അതിനെ ഒന്ന് ത്വരിതപ്പെടുത്തിയാൽ മാത്രം മതി. ഇപ്പം പലരും പഴയ പുസ്തകങ്ങൾ, ഇപ്പം നമ്മുടെ സാനുമാഷൊക്കെ പറഞ്ഞത്, എൻ്റെ അധ്യാപകനാണ് സാനുമാഷ് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ അന്വേഷണമാണ് ലിറ്ററേച്ചർ. അതായത് സാഹിത്യം എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ സ്നേഹം പങ്കുവെക്കാനും ഷെയർ ചെയ്യാനും ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാനും അധ്യാപകർ പറയുന്നത് അനുസരിക്കാനും അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള നല്ലതേ പറയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മൂല്യങ്ങൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അവർ പുസ്തകത്തെ സ്നേഹിച്ചേ തീരും. ഈ പുസ്തകത്തിലൂടെ അവരുടെ മൂല്യങ്ങളെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നല്ലതും നന്മയും തിന്മയും അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പാഠഭാഗത്ത് നിന്ന്, ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല, സഹപാഠികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ കിട്ടും. കൂട്ടുകാരിൽ നിന്ന് പ്രത്യേകിച്ച് അതേ ഒരു സ്ഥാനം തന്നെയാണ് പുസ്തകത്തിനും. അപ്പോൾ പുസ്തകം തീർച്ചയായും അവരുടെ കൂട്ടുകാരായി മാറണം. അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കണം വലിയവർ. അപ്പൊ നമ്മുടെ ഈ ക്യാമ്പയിന് പ്രസക്തിയുണ്ട്. പാഠമൊന്നൊരു സ്കൂൾ ലൈബ്രറി, ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉള്ളത് തന്നെ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. പാഠമൊന്നൊരു സ്കൂൾ ലൈബ്രറി എന്നാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ പേര്. അതായത് പാഠമൊന്നൊരു കൈ സഹായം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് നമ്മൾ പഠനോപകരണങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ ശ്രോതാക്കളും ക്ലബ് എഫ്എമ്മിൻ്റെ ശ്രോതാക്കളും ഒരുമിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പാഠമൊന്നൊരു സ്കൂൾ ലൈബ്രറി. നമ്മൾ ലൈബ്രറി ആക്റ്റീവ് അല്ലാത്ത സ്കൂളുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് പുസ്തകങ്ങളാണ്. അതൊരു സ്കൂൾ ലൈബ്രറിക്ക് വേണ്ട ഏത് പുസ്തകവും ആവാം. അതിൽ സയൻസ് ആവാം, റെഫറൻസ് പുസ്തകങ്ങളാവാം, ലിറ്ററേച്ചർ ആവാം. അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ ലൈബ്രറി ഒരുക്കും. ഇതാണ് ക്യാമ്പയിൻ. അപ്പോൾ ക്ലബ് എഫ്എമ്മിൻ്റെ 6 സ്റ്റേഷനുകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പുസ്തകങ്ങൾ കൊണ്ടുതരാം. അത് ഉപയോഗിച്ച നല്ല പുസ്തകമാണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഈ തരുന്ന ഓരോ പുസ്തകങ്ങളും, ഓരോ ബുക്കും ഭാവിയിൽ ഒരുപാട് കുട്ടികൾ വായിച്ച് വളരുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായി മാറും. ഇതാണ് നമുക്ക് തരുമ്പോഴുള്ള കിക്ക് എന്ന് പറയുന്നത്. മാം പുസ്തകങ്ങൾ ഒരുപാട് വീട്ടിലുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര അധികമില്ല എങ്കിലും ഉണ്ട്. പുസ്തകങ്ങളുണ്ട്. ലാംഗ്വേജ്, പല ലാംഗ്വേജ്. ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് പുസ്തകമുണ്ട്. തിരുക്കുറൽ പോലെയുള്ള വലിയ വലിയ ആളുകളുടെ പുസ്തകങ്ങൾ, അതായത് അത്രയും മൂല്യം നമുക്ക് പകർന്നു തരുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഈ കോൺട്രിബ്യൂഷനിലേക്ക് പുസ്തകങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനത്തെ പുസ്തകങ്ങൾ തരണം ഒരു സ്കൂൾ ലൈബ്രറിയിലേക്ക്? മാമിന്റെ അഭിപ്രായം. മാം ആണെങ്കിൽ ഏത് 5 പുസ്തകങ്ങളായിരിക്കും ഇപ്പൊ തരിക? ഞാനാണെങ്കിൽ ഇപ്പം വളരുന്ന കുട്ടികൾ, ഇപ്പം 7ാം ക്ലാസ്സിലെ കുട്ടികൾ, 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 4-5 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ചിത്രമൊക്കെ വേണം ആ പുസ്തകത്തിൽ. കളർഫുൾ ആയിരിക്കണം അതിൻ്റെ ചട്ടയടക്കം. എന്നിട്ട് അവർക്ക് വലിയ പ്രിൻ്റ് ആയിരിക്കണം. എളുപ്പം വായിച്ച് തീരണം. ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിതയാണെങ്കിലും എളുപ്പം വായിച്ച് തീരണം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ. ഇപ്പോൾ ഒരു പുസ്തകത്തിൽ കുറേ കുഞ്ഞു കുഞ്ഞു കഥയാവാം. അങ്ങനെയുള്ള പുസ്തകങ്ങളായിരിക്കും ഇഷ്ടം. UP ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് അത്യാവശ്യം കവിതയും ഒക്കെ കുറച്ചുകൂടി ഗഹനമാവാം. അതിൽ നമുക്ക് UP ക്ലാസ് തുടങ്ങിയിട്ട് നമുക്ക് ശരിക്ക് ബഷീർ കഥകളൊക്കെ കൊടുക്കാം. കുട്ടികൾ വായിക്കുന്നുണ്ട്. അത് സിമ്പിളാണ്, വളരെയധികം മൂല്യങ്ങളുണ്ട്, തമാശയാണ്. കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് വേണം. ഇത് പുസ്തകം വായിച്ചാൽ അവർക്ക് അവരുടെ മുഖത്ത് ചിരി വേണം.
എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, വലിയ കഥയൊക്കെ ഉണ്ടാവാം, അതിൽ കുറേ മൂല്യങ്ങൾ ഉണ്ടാവാം, അതും വേണം. പക്ഷെ കുറച്ച് അവർക്ക് ഇഷ്ടം തോന്നണം, അവർക്ക് കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ എൻ്റെ മോള് പല കഥകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ കഥയൊക്കെ എൻ്റെ മോൾ എനിക്ക് പറഞ്ഞു തന്നാണ്, ഞാൻ വായിച്ചിട്ടില്ല ആദ്യം. അന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഹസ്ബൻഡ് വിശാഖപട്ടണത്തേക്ക് പോകുമായിരുന്നു, 3 ദിവസം ട്രെയിനിലിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അവൾ ആ കഥ, അവൾ നല്ലൊരു നറേറ്ററാണ്, അന്ന് നമുക്ക് 15 വയസ്സാണ്. അപ്പോൾ ആ കഥ അതുപോലെ ആ പുസ്തകം പോലെ എനിക്ക് പറഞ്ഞു തന്നു. അത്ര കഴിവുള്ള കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ. ആ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എൻ്റെ കബോർഡിൽ ഒരുപാട് സാനുമാഷ്ട കൃതികളുണ്ട്, സമ്പൂർണ്ണ കൃതികളും ഒക്കെ ഉണ്ട്, 12 വോളിയം. അതിൽ ഞാൻ നളിനി ലീലയൊന്നും എനിക്ക് വായിക്കണ്ട, ഈ പുസ്തകം വായിച്ചാൽ മതി. സാനുമാഷ്ട പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എത്രയോ പുസ്തകം വായിക്കുന്നതിന് സമാന്തരമാണത്. അതിലെല്ലാം ഉണ്ട്, വരികളടക്കം അതിൻ്റെ ആഖ്യാനം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്റ്റഡ് സ്കൂളുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പോവാണ്. സ്കൂളുകളിൽ നമ്മൾ ഇത് അറിയിച്ചപ്പോൾ അവർക്കും ആവശ്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെറിയ കബോർഡ്സ് ഉണ്ട്, പുസ്തകങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച്, ചില സ്ഥലത്ത് വലിയ കബോർഡുണ്ട്, പുസ്തകങ്ങൾ തീരെ ഇല്ല. അപ്പോൾ ഒരു കബോർഡ് അടക്കമുള്ളൊരു വലിയൊരു നല്ല ലൈബ്രറി, അതിൽ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ടാവും. ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇതാണ് പാഠം എന്നൊരു സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് പുസ്തകങ്ങളാണ് വേണ്ടത്. ക്ലബ് എഫ് എമ്മിൻ്റെ 6 സ്റ്റേഷനുകളിലേക്കും നമുക്ക് പുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച നല്ല പുസ്തകങ്ങൾ കൊണ്ടുതരാവുന്നതാണ്. നമ്മൾ സ്വീകരിക്കും. നമ്മൾ തരുന്ന ഓരോ ബുക്സും ഓരോ പുസ്തകങ്ങളും കുട്ടികൾ വായിച്ച് വളരുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമാവും. ഇത് നമ്മുടെ ഉറപ്പാണ്. അതെ, ഇപ്പം ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പം. കുട്ടികൾ, ചെറിയ കുട്ടികൾ, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയടക്കം എത്രയോ ആളുകൾ, വലിയ പ്രമുഖരൊക്കെ പുസ്തകം വായിച്ചിട്ട് മാത്രം ആത്മഹത്യയിൽ നിന്ന് തിരിച്ച് വന്നവരുണ്ട്. ഭഗത് സിംഗിനെ തൂക്കാൻ വേണ്ടി കയറും കൊണ്ട് നിൽക്കുമ്പം ഭഗത് സിംഗ് ചോദിച്ചത് ഒറ്റ ചോദ്യം, അവസാനത്തെ ആഗ്രഹം, ഞാൻ വായിക്കുന്ന ചാപ്റ്റർ ഒന്ന് തീർത്തോട്ടെ. പക്ഷെ അവർ സമ്മതിച്ചില്ല, അവരപ്പോഴെ തൂക്കി. വായനയുടെ പ്രസക്തി അതൊക്കെ. അപ്പൊ ഇങ്ങനെ കുട്ടികൾ വായിച്ച് വളരട്ടെ, അതാണ് പാഠം ഒന്നൊരു സ്കൂൾ ലൈബ്രറി ഉദ്ദേശിക്കുന്നത്. ഈ സദ്യുദ്യമത്തിന് എല്ലാ ഭാവങ്ങളും നേരെയാണ്. എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് മാം.